നമസ്കാരം. നാട്ടുവർത്തമാനം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ശീതകാല പച്ചക്കറി കൃഷി ഇറക്കാൻ പാലക്കാട് വിളയൂരിലെ വനിതാ കൂട്ടായ്മ. പരീക്ഷണം തരിശുഭൂമി കൃഷിയോഗ്യമാക്കി. പൊന്നു വിളയിക്കുമെന്ന് കർഷകർ. കണ്ണൂർ രാമന്തളി താവൂരിയാട്ട് ക്ഷേത്രത്തിൽ കളിയാട്ട ഒരുക്കങ്ങൾ. പ്രധാന ആകർഷണമായി അടയ്ക്കാത്തൂണുകൾ. അവധിയായതോടെ ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ് മൂന്നാർ. സഞ്ചാരികൾ കുടുങ്ങുന്നത് മണിക്കൂറുകൾ. ഫലം കാണാതെ ഗതാഗത പരിഷ്കാരങ്ങൾ. പുതുവർഷത്തെ വരവേൽക്കാൻ നാട്. വിവിധയിടങ്ങളിൽ ഒരുക്കം. ലഹരിക്കടത്ത് തടയാൻ കർശന പരിശോധന. വിശദമായി നോക്കാം. മലപ്പുറത്ത് ലഹരിക്കടത്ത് തടയാൻ പരിശോധന കർശനമാക്കി എക്സൈസും RPFും. പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് ട്രെയിൻ വഴി വൻതോതിൽ ലഹരിയെത്താനുള്ള സാധ്യത കണക്കിലെടുത്താണ് പ്രത്യേക പരിശോധന. പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് ട്രെയിൻ വഴി ലഹരി കടത്തുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന കടുപ്പിച്ചത്. RPFും എക്സൈസും സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. എക്സൈസ് സർക്കിൾ ഓഫീസറുടെ നേതൃത്വത്തിൽ പോലീസ് നായയായ ലൈക്കയുടെ സഹായത്തോടെ പാഴ്സൽ ബോക്സുകൾ, പെട്ടികൾ, പ്ലാസ്റ്റിക് കവറുകൾ എന്നിവ പരിശോധിച്ചു. ബസ് സ്റ്റാൻഡ്, പാഴ്സൽ ഓഫീസുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലും പരിശോധന നടത്തി. ബസ് സ്റ്റാൻഡ്, മാർക്കറ്റുകൾ, പിന്നെ പാർസൽ സർവീസുകൾ ഒക്കെ ചെക്ക് ചെയ്യേണ്ട ഒരു നിർദ്ദേശാനുസരണം ഞങ്ങളതൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ മദ്യം, മയക്കുമരുന്ന് എന്നിവയൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഉദ്ദേശം. പരിശോധന തുടരുമെന്ന് എക്സൈസ് വ്യക്തമാക്കി. ന്യൂസ് 18 തിരൂർ. കണ്ണൂർ രാമന്തളി താവൂരിയാട്ട് ക്ഷേത്രത്തിൽ കളിയാട്ടത്തിന്റെ ഭാഗമായി അടയ്ക്കാത്തൂണുകൾ ഒരുക്കി. ക്ഷേത്ര കളിയാട്ടത്തിന്റെ പ്രധാന ആകർഷണമാണ് അടയ്ക്കാത്തൂണുകൾ. പ്രകൃതിയുമായി ഇഴചേർന്ന് തെയ്യക്കോലങ്ങൾ ഉറഞ്ഞാടുന്ന രാമന്തളി താവൂരിയാട്ട് ക്ഷേത്ര കളിയാട്ടത്തിന്റെ പ്രധാന ആകർഷണമായ അടയ്ക്കത്തൂണുകൾ ഒരുങ്ങി. കളിയാട്ടത്തിന് പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് താവൂരിയാട്ട് ക്ഷേത്രം. വൃശ്ചികം 1 ലോറ കളരിയിൽ കൊയ്ത്ത് തുടങ്ങുന്നതോടനുബന്ധിച്ച് അതിനുശേഷം അവിടെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന കൊയ്ത്ത് കഴിഞ്ഞ് അവിടെ കളരി പൂജയും കഴിഞ്ഞ് ധനു 10 ഇവിടെ ഉത്സവം ആരംഭിക്കുകയായി. പ്രധാനമായും ഊർപ്പഴശ്ശി, വേട്ടക്കരവൻ ദൈവങ്ങളാണ് ഇവിടുത്തെ ആരാധനാമൂർത്തികൾ. ധനു 10 മുതൽ 14 വരെ നടക്കുന്ന കളിയാട്ടത്തിന്റെ 2ാം നാൾ മുതലാണ് അടക്കത്തൂൺ അടക്കമുള്ള പ്രകൃതി വിഭവങ്ങൾ കൊണ്ടുള്ള അലങ്കാരം. ക്ഷേത്ര ഭാരവാഹികളും ഭക്തജനങ്ങളും ചേർന്ന് ആഘോഷമായാണ് അലങ്കാരങ്ങൾ ചെയ്യുന്നത്. 22,000-ഓളം പഴുത്ത അടക്കകൾ കൊണ്ടാണ് ഇത്തവണ അടക്കത്തൂണുകൾ ഒരുക്കിയത്. കൂടാതെ ചിക്കിപ്പൂവ്, എരിക്കിൻപൂവ്, ചെമ്പകപ്പൂവ് എന്നിവ കൊണ്ടും ക്ഷേത്രം അലങ്കരിച്ചിട്ടുണ്ട്. അടയ്ക്കക്കുലകളും തേങ്ങ, ചക്ക, മാങ്ങ എന്നീ ഫലങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളും കളിയാട്ടത്തിന്റെ പ്രധാന ഘടകമാണ്. ഊർപ്പശ്ശേരി ദേവൻ, വേട്ടയ്ക്കൊരു മകൻ ഈശ്വരനുമാണ് ഇവിടത്തെ പ്രധാന ദേവക്കോലങ്ങൾ. ന്യൂസ് 18 രാമന്തളി. പോകാം കാർഷിക കേരളത്തിലേക്ക്. വിളയുടെ ഊരെന്ന് വിശേഷിക്കപ്പെടുന്ന പാലക്കാട്ടെ വിളയൂരിൽ ഇനി പാലക്കാച്ചീരയും ബീട്രൂട്ടും ക്യാരറ്റും നിലക്കടലയും വിളയും. പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും വിളയൂർ കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ശീതകാല പച്ചക്കറി കൃഷി. തരിശുഭൂമി തളിരണിയിക്കാൻ ലക്ഷ്യമിട്ടാണ് ഒരു കൂട്ടം സ്ത്രീകൾ കൃഷി ഇറക്കുന്നത്. സാധാരണ കൃഷികളിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇവരുടെ കൃഷിരീതി. പാലക് ചീര, ബീട്രൂട്ട്, ക്യാരറ്റ്, നിലക്കടല, കോളിഫ്ലവർ എന്നീ ശീതകാല പച്ചക്കറികളാണ് കൃഷി ഇറക്കുന്നത്. പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും വിളയൂർ കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും തൊഴിലുറപ്പ്, കുടുംബശ്രീ എന്നിവരുടെ സഹകരണവുമുണ്ട്. കുടുംബശ്രീ അംഗങ്ങളായ സ്വപ്ന, കാർത്യായനി, ശാന്ത, ഇന്ദിര, പത്മാവതി എന്നിവരാണ് ഒരു മാസമായി പച്ചക്കറി കൃഷിയിൽ സജീവമായിരിക്കുന്നത്. വിളയൂർ പഞ്ചായത്തിലെ പൂക്കോട്, കുളമ്പ് പ്രദേശത്തെ 1.5 ഏക്കർ തരിശുഭൂമിയാണ് ഇവർ കൃഷിയോഗ്യമാക്കിയത്. തുടക്കത്തിൽ മഴ കൃഷിയെ ബാധിച്ചെങ്കിലും പിന്നീട് മഴ മാറി നിന്നത് പ്രതീക്ഷ കൂട്ടി. 45 ദിവസം കഴിഞ്ഞാലാണ് എന്നാണ് ബ്ലോക്കിലെ സാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ടാണ് ചെയ്യുക. അതേപോലെ തന്നെ ക്യാരറ്റും അതേപോലെയാണ് എന്ന് പറഞ്ഞു. പക്ഷെ അത് വിജയിക്കുന്നുള്ളത് ഉറപ്പായി. എന്താണെന്നറിയോ, കുറച്ചേ പിടിച്ചുള്ളൂവെങ്കിലും
ആ മഴ ഇല്ലാന്നുണ്ടെങ്കിൽ തെയ്യൊക്കെ നന്നായിട്ട് കിട്ടിയിച്ചാൽ നന്നായിരുന്നു. കിട്ടിയ സാധനം നന്നായിട്ടുണ്ട്. ആദ്യമായാണ് വിളയൂർ പ്രദേശത്ത് ശീതകാല പച്ചക്കറി കൃഷി ഇറക്കുന്നത്. വേനലിന് കാഠിന്യം കൂടിയതും വന്യമൃഗങ്ങളുടെ ശല്യവും പ്രതിസന്ധിയാണെങ്കിലും തികഞ്ഞ ആത്മവിശ്വാസവും ഇവർക്കുണ്ട്. തരിശായി കിടന്നിരുന്ന ഭൂമിയിൽ തട്ടുതട്ടായി തിരിച്ചാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. 100 മേനി വിളവ് ലഭിച്ചാൽ അടുത്ത വർഷം കൂടുതലിടങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ന്യൂസ് 18 പട്ടാമ്പി. മുത്തങ്ങ സമര രക്തസാക്ഷി ജോഗിയുടെ പേരിൽ സംസ്ഥാന വ്യാപകമായി പണപ്പിരിവ് നടത്തുന്ന സംഘത്തിനെതിരെ കേസെടുക്കണമെന്ന ആദിവാസി ഗോത്രമഹാസഭ. സ്നേഹക്കൂട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ഗോത്ര സമൂഹ സമിതിയുടെയും പേരിലാണ് സാമ്പത്തിക തട്ടിപ്പ്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ആദിവാസി ഗോത്രസഭാ നേതാക്കൾ ആവശ്യപ്പെട്ടു. സംസ്ഥാന വ്യാപകമായി ജോഗി സ്മൃതി മണ്ഡപത്തിനെന്ന പേരിൽ മുത്തങ്ങ ഭൂസമരത്തിന് നേതൃത്വം നൽകിയ ആദിവാസി ഗോത്രമഹാസഭയോ ജോഗിയുടെ കുടുംബമോ അറിയാതെയാണ് പണപ്പിരിവ്. ഭൂസമരവുമായി ഒരു ബന്ധവുമില്ലാത്ത പ്രസീത അഴീക്കോട് വ്യാജമായ രീതിയിൽ ജോഗിയെയും സ്മൃതി മണ്ഡപത്തെയും ഉപയോഗിക്കുന്നതായി ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ പറഞ്ഞു. ഇതുമായി ബന്ധമില്ലാത്ത, ഇതിന്റെ ചരിത്രം അറിയാത്ത ആളുകൾ ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പിനാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് കേസെടുക്കാനും ആവശ്യമായ നിയമ നടപടികൾ കൈക്കൊണ്ട് ഇത് അവസാനിപ്പിക്കാനും ഞങ്ങൾ നിയമപരമായി നീങ്ങും. ചാലികത ഊരിൽ സ്മൃതി മണ്ഡപം സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഊര് നിവാസികളോ ജോഗിയുടെ കുടുംബമോ അറിഞ്ഞിട്ടില്ലെന്നാണ് ജോഗിയുടെ മകൻ ശിവൻ പറയുന്നത്. ജോഗിയുടെ പേരും പറഞ്ഞ് ചാലികത കോളനിയിൽ സ്മാരകം പണിയെന്ന് പറഞ്ഞിട്ട് വ്യാപകമായി പണപ്പിരിവാണ് ഇത് നടത്തുന്നത്. അതായത് ജോഗിയുടെ കുടുംബമോ അതായത് ചാലികത കോളനിയിലുള്ളവർ ആരും ഇതുവരെ ഇത് അറിഞ്ഞിട്ടില്ല. പക്ഷേ ഈ പണപ്പിരിവ് ഞങ്ങൾ ഗോത്രസഭ അടക്കം ഇത് തടയുമെന്നാണ് ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത്. പ്രസീത അഴീക്കോടിന് പിന്നിൽ മറ്റാരൊക്കെയുണ്ടെന്നും നേതാക്കൾ പറയുന്നു. സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ഗോത്രമഹാസഭ. ന്യൂസ് 18 വയനാട്. വയനാട്ടിലെത്തുന്ന സഞ്ചാരികൾക്ക് ഇനി രാത്രി ട്രക്കിംഗും ആസ്വദിക്കാം. അമ്പലവയലിലെ ചീങ്ങേരി മലയിലാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആദ്യമായി പുതിയ പദ്ധതിക്ക് രൂപം നൽകുന്നത്. മൂൺ ട്രക്കിംഗ് എന്ന പേരിൽ ചീങ്ങേരി മലയിൽ സംഘടിപ്പിച്ച നൈറ്റ് ട്രക്കിംഗ് ട്രയലിൽ 40 പേരടങ്ങുന്ന സംഘത്തിൽ ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജും പങ്കാളിയായി. സാഹസിക സഞ്ചാരികളെ കാത്തിരിക്കുന്ന നിരവധി ഇടങ്ങളുണ്ട് വയനാട്ടിൽ. അത്തരത്തിലൊന്നാണ് അമ്പലവയലിലെ ചീങ്ങേരി ഹിൽസ്. വർഷം മുഴുവനും ട്രക്കിങ്ങിന് സാധ്യമായ ഏക ടൂറിസം കേന്ദ്രമാണ് ചീങ്ങേരിമല. 3460 അടി ഉയരത്തിൽ 1 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ട്രക്കിങ്ങിൽ ചെങ്കുത്തായ കൂറ്റൻ പാറകൾ പിന്നിട്ട് വേണം മുകളിലെത്താൻ. പിന്നെ കാണുന്നത് കണ്ണു ചിമ്മിപ്പിക്കുന്ന നിറക്കാഴ്ചകളാണ്. രാത്രികാലങ്ങളിൽ സുരക്ഷിത വിനോദസഞ്ചാരം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് DTPC നൈറ്റ് ട്രക്കിംഗ് സംഘടിപ്പിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ആദ്യം ഓപ്പൺ ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ചീങ്ങേരി. അതുപോലെ ഏറ്റവും വൈകി അടയ്ക്കുന്നതും. കാരണം ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് സൺറൈസ് ട്രക്കിംഗ്, അതുപോലെ സൺസെറ്റ് ട്രക്കിംഗ് ആണ്. അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നതും. അതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ചീങ്ങേരി. അപ്പോൾ അതിലൊരു ഡേ ടൈം കുറച്ച് ചൂടാണ്, അതുകൊണ്ട് തന്നെ മറ്റുള്ള സമയങ്ങളാണ് ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇവിടെ ഒരു നൈറ്റ് ട്രക്കിങ്ങിന് സേഫായിട്ട് നമുക്കൊരു നൈറ്റ് ട്രക്കിംഗ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് തോന്നിയത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു ട്രയൽ വേർഷൻ നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചീങ്ങേരി മലയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച നൈറ്റ് ട്രക്കിങ്ങിന്റെ സാധ്യതകൾ പരീക്ഷിക്കാൻ ചീങ്ങേരിമല കീഴടക്കി ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജും ടീമിനൊപ്പമുണ്ടായിരുന്നു. പകൽ സമയത്തുള്ള ട്രക്കാണ് ഞാൻ ഇതുവരെയും ചെയ്തിട്ടുള്ളത്. രാത്രി സമയത്ത് ആദ്യമായിട്ടാണ് ഒരു ട്രക്ക് ചെയ്യുന്നത്. അത് വയനാട്ടിൽ തന്നെ DTPCയുടെ നേതൃത്വത്തിലുള്ള ചീങ്ങേരി ഹിൽസിൽ നമ്മൾ കേരളത്തിൽ ആദ്യമായി നൈറ്റ് ട്രക്കിംഗ് ആരംഭിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ട്രക്കിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കും അതോടൊപ്പം എന്നോടൊപ്പം ഇന്ന് ട്രക്ക് ചെയ്ത എൻ്റെ സഹപ്രവർത്തകർക്കും വലിയൊരു ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ എക്സ്പീരിയൻസ് എത്രയും പെട്ടെന്ന് ആസ്വദിക്കാൻ വേണ്ടി ധാരാളം സഞ്ചാരികൾ, എസ്പെഷ്യലി ട്രക്കേഴ്സ് ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുലർച്ചെ 5 മണി മുതൽ ചീങ്ങേരിമലയിൽ സഞ്ചാരികൾക്ക് ട്രക്കിംഗ് തുടങ്ങാം. ജില്ലയിൽ ട്രക്കിംഗ് സാധ്യമായ ഏക ടൂറിസം കേന്ദ്രമാണ് ചീങ്ങേരിമല. ഒരു ദിവസം മുഴുവനായി നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ടൂറിസം പ്ലാനുകളുടെ ഭാഗമാക്കാനാണ് DTPCയുടെ പുതിയ പരീക്ഷണം. ന്യൂസ് 18 വയനാട്.
കോഴിക്കോട് മുക്കം മുസ്ലിം ഓർഫനേജിന്റെ 68ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന എഡ്യൂക്കേഷൻ എക്സ്പോയ്ക്ക് തുടക്കം 6 ദിവസങ്ങളിലാണ് എക്സ്പോ നടക്കുക. വിവിധ സ്റ്റോളുകളും എക്സ്പോയുടെ ഭാഗമായി ഒരുക്കി. കുറ്റകൃത്യങ്ങൾ നടന്ന ഇടങ്ങളിൽ നിന്നും തെളിവുകൾ ശേഖരിക്കുന്നത് എത്രമാത്രം പ്രസക്തമാണെന്ന് കാട്ടിത്തരികയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫോറൻസിക് സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾ. സൈബർ തെളിവുകൾ ഏത് രീതിയിലാണ് സുരക്ഷിതമായി സൂക്ഷിക്കുകയെന്ന് എക്സ്പോയിൽ വിശദമായി പറയുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന 16ഓളം പേർ അടങ്ങുന്ന സംഘമാണ് സ്റ്റാളിലുള്ളത്. 1000ഓളം സ്റ്റുഡൻസ് ഓർഫനേജിന്റെ കീഴിൽ തന്നെ വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 25ഓളം സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ഫാമിലിയിൽ നിന്ന് ഒരു 1 lakh above ആളുകൾ വിസിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സ്റ്റാളുകളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓർഫനേജിന് കീഴിലുള്ള 25ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ളവർ എക്സ്പോയുടെ ഭാഗമാകുന്നുണ്ട്. 1 ലക്ഷത്തോളം പേർ എക്സ്പോ കാണാൻ എത്തുമെന്നാണ് പ്രതീക്ഷ. വിവിധ സ്റ്റാളുകളും കോഴിക്കോട് മെഡിക്കൽ കോളേജ്, KSEB, ഫിഷറീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സർക്കാർ സ്റ്റാളുകളും അമ്യൂസ്മെന്റ് പാർക്ക്, അനിമൽ സഫാരി തുടങ്ങിയവയും എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 മുക്കം. പത്തനംതിട്ട പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. പരിപാടികളുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ A. ഷിബു നിർവഹിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് സജിത് പരമേശ്വരൻ, സെക്രട്ടറി ബിജു വിശാഖൻ എന്നിവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകർ അവതരിപ്പിച്ച ഗാനസന്ധ്യയും നടന്നു. വിശിഷ്ട വ്യക്തികളെ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഞാൻ അവധി ആഘോഷിക്കാൻ സഞ്ചാരികളുടെ തിരക്കേറിയതോടെ ഗതാഗതക്കുരുക്കിൽ ബുദ്ധിമുട്ടുകയാണ് മൂന്നാർ. വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളടക്കം മണിക്കൂറുകൾ ഗതാഗതക്കുരുക്കിൽ പെടുന്നുണ്ട്. ക്രിസ്മസ് പുതുവർഷ കാലയളവിൽ 10,000ങ്ങളാണ് ഇടുക്കിയിലെ വിവിധയിടങ്ങൾ സന്ദർശിക്കുന്നത്. തിരക്കേറിയതോടെ മൂന്നാർ ടൗണും പരിസരവും വാഹനപ്പെരുപ്പത്താൽ വീർപ്പുമുട്ടുകയാണ്. ഏറെ സമയം കാത്തുകിടന്ന ശേഷമാണ് ഇവർക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനാകുന്നത്. ടൗണിലെയും പരിസര പ്രദേശങ്ങളിലെയും ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്ന് ബന്ധപ്പെട്ടവർ ആവർത്തിക്കുമ്പോഴും പ്രശ്നപരിഹാരം ഇപ്പോഴും അനന്തമായി നീളുകയാണ്. ട്രാഫിക് ബ്ലോക്കിലാണ് പോകുന്നത്. ഒരു ദിവസത്തെ ട്രിപ്പിന് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് മാട്ടുപെട്ടി പോലും എത്താൻ പറ്റാത്തത്രയും ട്രാഫിക് ഇഷ്യൂസ് ഉണ്ട്. ടൗണിലെ തലങ്ങും വിലങ്ങുമുള്ള വാഹന പാർക്കിംഗ് നിയന്ത്രിക്കുമെന്നും അനധികൃത പാർക്കിങ്ങിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നുമായിരുന്നു അധികൃതർ അറിയിച്ചിരുന്നത്. വാഹനങ്ങൾക്കായുള്ള പാർക്കിംഗ് പുനഃക്രമീകരിക്കുമെന്നും പറഞ്ഞിരുന്നു. വിനോദസഞ്ചാരികൾക്കൊപ്പം തദ്ദേശീയരായ ആളുകൾക്കും ഗതാഗതക്കുരുക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ട്. ന്യൂസ് 18 മൂന്നാർ. തിരുവനന്തപുരം വിഴിഞ്ഞം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പാറക്കെട്ടിനിടയിൽ വീണ മൊബൈൽ ഫോൺ വീണ്ടെടുത്ത് നൽകി. കോവളം ഉദയസമുദ്ര ബീച്ചിന് പുറകുവശത്തുള്ള പാറക്കെട്ടിനിടയിലാണ് എറണാകുളം സ്വദേശി ഡിനോയുടെ മൊബൈൽ ഫോൺ പതിച്ചത്. പുറത്തുനിന്നാൽ കാണാൻ കഴിയാത്ത രീതിയിൽ താഴ്ചയിലാണ് ഫോൺ കിടന്നിരുന്നത്. ഉപകരണങ്ങളുടെ സഹായത്താൽ വലിയ പാറക്കല്ലുകൾ സാവധാനം നീക്കിയ ശേഷം പാറയിടുക്കിലിറങ്ങി ഫോൺ എടുത്ത് നൽകുകയായിരുന്നു. പാലക്കാട് കൂടല്ലൂർ പുഴയിൽ നിർമ്മിക്കുന്ന സംരക്ഷണ ഭിത്തിയുടെ നീളം കൂട്ടണമെന്ന ആവശ്യം 35 കോടി രൂപ ചെലവിട്ടാണ് തൃത്താല കൂട്ടക്കടവിൽ റെഗുലേറ്റർ നിർമ്മിക്കുന്നത്. ആനക്കര ഗ്രാമപഞ്ചായത്തിന്റേതാണ് ആവശ്യം. 5 വർഷം മുൻപാണ് കൂട്ടക്കടവ് തടയണ നിർമ്മാണം തുടങ്ങിയത്. പിന്നീട് പദ്ധതി അനിശ്ചിതത്വത്തിലായി. പ്രവൃത്തികളുടെ ഭാഗമായി 60 മീറ്റർ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുകയാണ്. പ്രളയകാലത്ത് പദ്ധതി പ്രദേശത്തെ കൂപ്പുകൾ ഭാഗികമായി പൊളിച്ചതുമൂലം പുഴയിലെ വെള്ളം ഗതിമാറിയൊഴുകി 100 കണക്കിന് വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിരുന്നു. നിലവിൽ പദ്ധതി പ്രദേശത്ത് നിന്നും 60 മീറ്റർ ദൂരം മാത്രമാണ് പുഴയോരത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുള്ളത്. സംരക്ഷണ ഭിത്തിയുടെ നീളം കൂട്ടി കൂപ്പുകൾ പൊളിച്ചു നീക്കിയ ഭാഗത്തേക്കും വ്യാപിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പദ്ധതിയിൽ ടെൻഡർ കഴിഞ്ഞതിൽ അധികം വന്ന തുക കൊണ്ട് പുഴയുടെ സൈഡ് കെട്ടി സംരക്ഷിക്കണമെന്നാണ് ആനക്കര ഗ്രാമപഞ്ചായത്തിന്റെ ആവശ്യം. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതിൽ ബാക്കി വരുന്ന എക്സസ് സംഖ്യ ആ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനു വേണ്ടി പ്രളയകാലത്ത് നഷ്ടപ്പെട്ട പ്രദേശങ്ങളിൽ ഭാരതപ്പുഴ സൈഡ് കെട്ടി സംരക്ഷണ ഭിത്തി ഏർപ്പെടുത്തി നൽകണം. 35 കോടി രൂപ ചിലവിൽ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി
രൂപകൽപ്പനയിൽ ചെറിയ മാറ്റങ്ങളോടെയാണ് നിർമ്മാണം വീണ്ടും തുടങ്ങിയത്. തൂതപ്പുഴ ഭാരതപ്പുഴയിൽ സംഗമിക്കുന്ന കൂടല്ലൂരിലെ കൂട്ടക്കടവിലാണ് തടയണ നിർമ്മാണം. ന്യൂസ് 18 പട്ടാമ്പി. തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയും പരിസരവും NSS വോളണ്ടിയർമാർ ശുചീകരിച്ചു. ഗവൺമെന്റ് ITI ചാക്ക NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ശുചീകരണം. ചാക്ക ITI പ്രിൻസിപ്പൽ, ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ആശുപത്രിയും പരിസരവും വൃത്തിയാക്കി ജീവനക്കാരുടെ സഹകരണത്തോടെ ഉപകരണങ്ങൾ അറ്റകുറ്റപ്പണി നടത്തിയും നൽകി. 50ഓളം വോളണ്ടിയർമാർ പരിപാടിയിൽ പങ്കെടുത്തു. കോതമംഗലം പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പറമ്പഞ്ചേരി ജനകീയാരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് മേലത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴനാടൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ച് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. എക്കോസ് റീയൂണിയന്റെ 2003 എന്ന പേരിലായിരുന്നു പരിപാടി നടത്തിയത്. എക്കോസ് റീയൂണിയൻ 2023 എന്ന പേരിലാണ് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. വിവിധ ബാച്ചുകളിലെ വിദ്യാർത്ഥികൾ സംഗമത്തിനെത്തി. മുൻ കേരള ഹൈക്കോടതി ജഡ്ജ് R. ബസന്ത് ഉദ്ഘാടനം ചെയ്തു. 65 to 75 long years, and prior to that I was a student of the MCC High School from 57 to 65. That means about 13 years of my early life I have been in this campus. I look forward every year to come here and be with all of you. I'll call it something like a pilgrimage for me to come every year to this group and be part of it. ചടങ്ങിൽ വിവിധ വിഷയങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ നൽകുന്ന സ്കോളർഷിപ്പിന്റെയും ധനസഹായ വിതരണവും നടന്നു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 കോഴിക്കോട്. പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് നഗരത്തിലെ 80 വയസ്സ് കഴിഞ്ഞ പൗരപ്രമുഖർക്ക് ആദരം. മേയർ ബീന ഫിലിപ്പും കളക്ടർ സ്നേഹിൽ കുമാർ സിംഗും MT വാസുദേവൻ നായർ അടക്കമുള്ളവരെ വീടുകളിലെത്തിയാണ് ആദരിച്ചത്. കോഴിക്കോടിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും സമഗ്ര സംഭാവനകൾ നൽകിയ കാരണവന്മാർക്കായിരുന്നു മലബാർ ഗ്രേറ്റർ ഇനിഷ്യേറ്റീവിന്റെ നേതൃത്വത്തിൽ ആദരം നൽകിയത്. MD അടക്കമുള്ളവർക്ക് വീട്ടിലെത്തി മേയറും കളക്ടറും ഉപഹാരങ്ങൾ കൈമാറി. മുതിർന്നവരെ ആദരിക്കുന്നതിലൂടെ നഗരമാണ് ആദരിക്കപ്പെട്ടതെന്ന് മേയർ. ഒരു പൗരപ്രമുഖൻ എന്നതിനപ്പുറത്തേക്ക് ഈ കാലം മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം എക്കാലവും സമയത്തെയും കാലത്തെയും പ്രദേശത്തെയും അതിജീവിച്ചുകൊണ്ട് MT എന്ന മനുഷ്യൻ്റെ കഥാപാത്രങ്ങൾ ജീവിക്കും. ആ കഥാപാത്രങ്ങളിലൂടെ MT അനശ്വരനാവും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കോഴിക്കോടിന്റെ മുഖങ്ങളെയാണ് ആദരിച്ചതെന്ന് കളക്ടർ. We have met 3 or 4 more people, very special personalities ആണ് അവർക്ക് എല്ലാവർക്കും. So I'm very thankful for the development of കോഴിക്കോട്. അവരുടെ കോൺട്രിബ്യൂഷൻ കൂടെ നമുക്ക് കോഴിക്കോടിലെ ഈ ഫേസ് ആണ്, ഈ ചിത്രം അവർക്ക് കൂടെയാണ്. MGS നാരായണൻ, PV ചന്ദ്രൻ, PK അഹമ്മദ്, ഡോക്ടർ K മൊയ്തു, TK പരീക്കുട്ടി എന്നിവരെയും വീടുകളിലെത്തി മേയറും കളക്ടറും ആദരിച്ചു. GMI പ്രസിഡന്റ് PC അബ്ദുൾ റഷീദ്, സെക്രട്ടറി അബ്ദുൾ സാദിഖ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഇന്ന് ഘോഷയാത്ര നടക്കും. മഞ്ഞ വസ്ത്രമണിഞ്ഞ് 10,000 അണിചേരും. തീർത്ഥാടന മഹാസമ്മേളനം രാവിലെ 10 മണിക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും. സച്ചിദാനന്ദ സ്വാമികൾ അധ്യക്ഷനാകും. ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന കൃഷി, കൈത്തൊഴിൽ, വ്യവസായം, ടൂറിസം സമ്മേളനം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ഘോഷയാത്രയുടെ ഭാഗമായി ടൗണിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളെ കോർത്തിണക്കി ഹെലി ടൂറിസം പദ്ധതിക്ക് കൊച്ചിയിൽ തുടക്കം. കേരളത്തിന്റെ കാഴ്ചകളിലേക്ക് വിനോദസഞ്ചാരികളെ എളുപ്പത്തിലെത്തിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പുരവഞ്ചികൾക്കും കാരവാൻ ടൂറിസത്തിനും ശേഷം കേരള ടൂറിസം അവതരിപ്പിക്കുന്ന ആശയമാണ് ഹെലി ടൂറിസം.
വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എളുപ്പത്തിലെത്താനും കേരളത്തിന്റെ തനത് വ്യത്യസ്തമായ കാഴ്ചകൾ ആസ്വദിക്കാനും വഴിയൊരുക്കുകയാണ് ഹെലി ടൂറിസം പദ്ധതിയുടെ ലക്ഷ്യം. പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾക്കടുത്ത നിലവിലുള്ള ഹെലിപാഡുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുക. രാജ്യത്താദ്യമായി ഹെലി ടൂറിസം നയം സംസ്ഥാന സർക്കാർ പുറത്തിറക്കുമെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ടൂറിസം വകുപ്പ് ഒരു ഫെസിലിറ്റേറ്ററുടെ റോളാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ ഈ സംവിധാനം ചിലയിടങ്ങളിലുണ്ട്. ഇത് നടത്തുന്ന ഓപ്പറേറ്റർമാരുണ്ട്. ഇതിനെ ആകെ ക്രോഡീകരിച്ച് ഇതിൻ്റെ മുഴുവൻ ഡേറ്റയും സമൂഹത്തിൽ അറിയിക്കാനും എത്തിക്കാനും ഇത് വളരെ ഫലപ്രദമായി നടപ്പിലാക്കുവാനുമാണ് ടൂറിസം വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഹെലി ടൂറിസം സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്ന മൈക്രോ സൈറ്റും മന്ത്രി പുറത്തിറക്കി. സഞ്ചാരികളുടെ പ്രതികരണവും മറ്റ് സാങ്കേതിക ഘടകങ്ങളും പരിഗണിച്ച് കൂടുതൽ സ്ഥലങ്ങളിൽ കൂടുതൽ ഹെലിപാഡുകളും ഒരുക്കും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് ഹെലി ടൂറിസം പദ്ധതി നടപ്പാക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. എറണാകുളത്തെ ടൂറിസം വികസനത്തിന് പരിപൂർണ പിന്തുണ നൽകുമെന്ന മന്ത്രി മുഹമ്മദ് റിയാസ്. ജില്ലയ്ക്ക് വേണ്ടി കൂടുതൽ പദ്ധതികൾ അവതരിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൊച്ചി മറൈൻ ഡ്രൈവിൽ ന്യൂ ഇയർ ലൈറ്റ് ഷോ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മറൈൻ ഡ്രൈവിൽ ലൈറ്റ് ഷോ ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിലെ പാലങ്ങൾ ദീപാലങ്കാരമാക്കുന്ന പദ്ധതി ജില്ലയെ കൂടി ഉൾപ്പെടുത്തുമെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ആഭ്യന്തര വിദേശ സഞ്ചാരികൾ കടന്നുവരുന്ന പ്രദേശമാണ് എറണാകുളം. ഈ സാധ്യതകൾ കൂടി പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജനങ്ങളെ ആകെ യോജിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട 3 നഗരങ്ങളിൽ പുതുവത്സരത്തെ വരവേൽക്കാൻ ദീപാലങ്കൃതമായി നഗരത്തിൻ്റെ ചില ഭാഗങ്ങളെ മാറ്റുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ടൂറിസം വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഇത്തവണ അത് എറണാകുളം പട്ടണത്തിലെ കൂടി കൊണ്ടുവരാൻ വേണ്ടി ടൂറിസം വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിൽ ആദ്യമായി കൊച്ചി മറൈൻ ഡ്രൈവിലും പരിസരത്തുമാണ് ന്യൂ ഇയർ ലൈറ്റ് ഷോ പരിപാടി സംഘടിപ്പിക്കുന്നത്. ജനുവരി 5 വരെയാണ് പരിപാടി നീണ്ടുനിൽക്കുക. TJ വിനോദ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹൈബി ഈഡൻ MP, കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ, ജില്ലാ കളക്ടർ NSK ഉമേഷ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി. ന്യൂസ് 18 കൊച്ചി. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും അടുത്ത 4 ദിവസം ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. വരും ദിവസങ്ങളിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്. മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജനുവരി 3 വരെ സംസ്ഥാനത്ത് മഴ പെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ ഇന്ന് രാത്രി അടച്ചിടും. രാത്രി 8 മണി മുതൽ നാളെ പുലർച്ചെ 6 മണി വരെയാണ് അടച്ചിടുക. പമ്പുകൾക്ക് നേരെ നടക്കുന്ന ഗുണ്ടാക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ മാർച്ച് മുതൽ രാത്രി 10 മണി വരെ മാത്രമേ പമ്പുകൾ പ്രവർത്തിക്കൂ എന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ഭാരവാഹികൾ അറിയിച്ചു. പുതുവർഷത്തെ വരവേൽക്കാൻ 4 ദിവസം നീളുന്ന മിഡ് നൈറ്റ് ഷോപ്പിംഗ് ഒരുക്കി ലുലു മാൾ. ജനുവരി 4 മുതൽ 7 വരെ 50% ഇളവിലാണ് മിഡ് നൈറ്റ് ഷോപ്പിംഗ്. മിഡ് നൈറ്റ് ഷോപ്പിംഗ് പ്രോത്സാഹിപ്പിക്കാൻ ഉപഭോക്താക്കൾക്ക് സൂപ്പർ ഷോപ്പർ അവാർഡുകളും നൽകും. പുതുവർഷത്തെ വരവേൽക്കാൻ തിരുവനന്തപുരം ലുലു മോൾ ഒരുങ്ങി. വീണ്ടും മിഡ് നൈറ്റ് ഷോപ്പിംഗ് ആണ് ലുലുവിലെ പുതുവർഷാഘോഷങ്ങളുടെ ഹൈലൈറ്റ്. ജനുവരി 4 ആരംഭിക്കുന്ന പ്രത്യേക സെയിലിൽ 50% വരെ ഇളവുണ്ടാകും. ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ സ്റ്റോർ, കണക്ട് അടക്കമുള്ള ലുലുവിന്റെ എല്ലാ ഷോപ്പുകളിലും 50% ഇളവുണ്ടാകും. മോളിലെ 200ഓളം വരുന്ന റീറ്റെയിൽ ഷോപ്പുകളിലും ഉപഭോക്താക്കൾക്ക് 50% വരെ ഇളവും പ്രത്യേക ഡിസ്കൗണ്ട് ഓഫറുകളും ലഭിക്കും. ജനുവരി 4 രാവിലെ 9 മുതൽ അർദ്ധരാത്രി 2 മണി വരെ മോൾ തുടർച്ചയായി തുറന്നു പ്രവർത്തിക്കും. സമാനമായ രീതിയിൽ ജനുവരി 7 വരെ ഇത് തുടരും. ഉപഭോക്താക്കൾക്കിടയിൽ നൈറ്റ് ഷോപ്പിംഗ് മാതൃക പ്രോത്സാഹിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് മോൾ 50% ഇളവുകൾ നൽകുന്നത്. ഗ്രോസറി, ഇലക്ട്രോണിക്സ്, ഫാഷൻ ഉൽപ്പന്നങ്ങൾക്കെല്ലാം വൻ വിലക്കുറവാണ് ഈ 4 ദിവസങ്ങളിലും ഉണ്ടാവുക. അന്താരാഷ്ട്ര ബ്രാൻഡുകളടക്കം 500-ലധികം ബ്രാൻഡുകൾ പങ്കെടുക്കും. മിഡ് നൈറ്റ് ഷോപ്പിംഗ് ദിവസങ്ങളിൽ മോളിൽ നിന്ന് ഏറ്റവും കൂടുതൽ തുകയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്നവർക്കായി ലുലു സൂപ്പർ ഷോപ്പർ സമ്മാനങ്ങൾ നൽകും.
ലുലു ലോയൽറ്റി പദ്ധതിയായ ലുലു ഹാപ്പിനെസ് ആണ് സമ്മാനങ്ങൾ ഒരുക്കുന്നത്. ഫാഷൻ, ഇലക്ട്രോണിക്സ്, സ്പോർട്സ് എന്നീ വിഭാഗങ്ങളിലെ ഷോപ്പിംഗിനാണ് സമ്മാനങ്ങൾ. ഈ ദിവസങ്ങളിൽ മാളിലെ ഫുഡ് കോർട്ടിലെ എല്ലാ ഷോപ്പുകളിലും മാളിലെ വിനോദ കേന്ദ്രമായ ലുലു ഫൺടൂറയും പുലർച്ചെ 2 മണിവരെ പ്രവർത്തിക്കും. മാളിൽ ലുലു ഓൺ സെയിൽ ജനുവരി 4 മുതൽ 7 വരെയും ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ ജനുവരി 1 മുതൽ 21 വരെയുമാണ് നടക്കുന്നത്. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. പരോക്ഷമായ അർത്ഥം